ഹായ് ഓൾ. അങ്ങനെ എൻ്റെ ഭാര്യ എന്നോട് ഡിവോഴ്സ് വേണമെന്ന് ചോദിച്ചിരിക്കുകയാണ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ ആക്ച്വലി. അത് കേട്ടപ്പം എനിക്കും ഭയങ്കര ഒരു ഞെട്ടലൊക്കെ ആയിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചു, ഈ ഒരു സൊസൈറ്റിയിൽ ഞാനൊരു ഡിവോഴ്സിയൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരൂല്ലേ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ ഒരിക്കലും അതിനെ അങ്ങനെ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അതൊരു അല്ലെങ്കിൽ അതൊരു മോശം അങ്ങനെ ഉദ്ദേശിക്കുന്നതല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത അതാണ്. പക്ഷെ പതുക്കെ പതുക്കെ ഞാൻ ഇപ്പൊ അഡ്ജസ്റ്റ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം ഈ കാര്യം ആൾ എന്നോട് പറഞ്ഞ സമയത്ത് ആള് പറഞ്ഞു ആൾക്ക് ലൈഫ് ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ആൾക്ക് ഈ എന്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്നാണ് പറഞ്ഞത്. പിന്നീട് ആൾ എന്നോട് വന്നിട്ട് പറഞ്ഞത്, ആൾ എന്നോടൊരു വ്യക്തമായിട്ടുള്ളൊരു കാരണം അതിന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ല എന്താണെന്ന്. അപ്പൊ ആൾ ഇങ്ങനെ ഒരു കാരണമുണ്ട്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ, കാരണം നമ്മൾ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പം എന്ത് പറയണം എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഒരു ടൈം വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏഹ് നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ സ്വയം ചിന്തിച്ചു, നമ്മൾ ജീവിതത്തിലോട്ട് ഒരാളെ നമ്മൾ കൺവിൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വന്ന് ജീവിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്താണോ നിന്റെ തീരുമാനം അത് ആ രീതിയിൽ പൊക്കോട്ടെ. പക്ഷെ ഞാൻ ആളോട് പറഞ്ഞത്, ഒരു പുറത്തൊരു നാണക്കേട് നമുക്ക് രണ്ടു കൂട്ടർക്കും, ഇപ്പൊ എനിക്കായാലും അവൾക്കായാലും ഒരു നാണക്കേട് ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ നമുക്ക്. അപ്പൊ ആള് പറഞ്ഞ ആൾക്ക് മ്യൂച്വൽ ഡിവോഴ്സ് വേണം, അതിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ആ കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കി അപ്പൊ ആൾ എന്നോട് കുറെയൊക്കെ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സത്യം പറഞ്ഞ ഒരു ബോധവും ഇല്ല. അപ്പൊ എന്റെ ലൈഫ് പോയല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ആണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ഓക്കെ എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഇത് ആൾക്കാരെയൊക്കെ ഒരു നാണക്കേടായിട്ടുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുപോകരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നതാണ്. ആളപ്പം എന്നോട് അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ തന്നെ ആള് ഒരു 2 മാസം മുന്നേക്ക് ഒരു വക്കീലിനെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് ആളോട് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, കേസൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, കേസൊന്നും ആയില്ല. ആള് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മൂവ് ചെയ്ത്, അതായത് മ്യൂച്വൽ ഡിവോഴ്സിലോട്ട് പോയാൽ പോലും കാരണങ്ങളെല്ലാം എന്റെ കുറ്റങ്ങളാണ്. അത് അതൊക്കെ ചിലപ്പോൾ, അതായത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത, അതായത് നമ്മുടെ ഭാര്യ ഭർത്താവ് എന്നുള്ള ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ള, ഒരിക്കലും ഏഹ് വേറൊരാളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ചിട്ട് അങ്ങനെ പറയാനില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും അവരുടേതായിട്ടുള്ള ആവശ്യം വന്നപ്പോഴത്തേക്ക് മാറി. അത് വേറെ രീതിയിൽ അത് ഞാൻ കേട്ട് അവിടെ നിന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങി. ഈ ഈ ആള് കണ്ട വക്കീലിനെ തന്നെ ഞാൻ കാണണം എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു കുറെ. ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക്, നമ്മളെ വിശ്വസിച്ചിട്ടാണ് നിൽക്കുന്നത് നമ്മളിങ്ങനെ, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ തോന്നിയിട്ട് ഞാൻ വേറൊരു വക്കീലിനെ കണ്ടായിരുന്നു. റാൻഡമായിട്ട് ഞാൻ ആളോട് തന്നെ പറഞ്ഞു, നമുക്ക് വഞ്ചിയൂർ കോടതിയിൽ അവിടെ ഇഷ്ടംപോലെ വക്കീലുണ്ട്, അപ്പൊ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ഇല്ലല്ല, ആളുടെ കയ്യിൽ ഓൾറെഡി വക്കീലുണ്ട്, അപ്പൊ ആ വക്കീലിനെ തന്നെ ഞാൻ കാണണം. എനിക്കതൊരു ഡൗട്ടായി. അങ്ങനെ ഞാൻ വേറൊരു വക്കീലിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് സംസാരിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പല കാര്യങ്ങളും ഞാനപ്പോൾ അറിയുന്നത്. ഇനി ഇതിലെന്ത് നടക്കും എന്ന് എനിക്കറിയില്ല. ഇത് ഡിവോഴ്സിലോട്ട് തന്നെ പോകുമോ എന്നും എനിക്കറിയില്ല. ഞാൻ ഇതിന് ഡിവോഴ്സ് വ്ലോഗ് ആൾ എന്നോട് ഡിവോഴ്സ് വേണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഡിവോഴ്സ് വ്ലോഗ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ആളിപ്പോഴും കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി എന്ത് സംഭവിക്കും എന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകിടം മറിഞ്ഞ് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം മാറി. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പുറമേ വേറെ ഒരുപാട് സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്ന് എനിക്ക് പറ്റൂ, അതിനെനിക്ക് പറ്റൂ. കാരണം എനിക്കറിയില്ല, ഞാനൊരു ആണായത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഇതിന്റെ ലിമിറ്റേഷൻസ് ആണോ എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്ക് പലയിടത്തും പലതും പറയാൻ പറ്റില്ല. ആഹ്
ഞാൻ പിന്നെ ആ കാര്യങ്ങളോടൊന്നും പോകണില്ല. ഇത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകണില്ല. ഇനി എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇതെന്റെ ലൈഫിന്റെ കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് മുന്നോട്ടെന്നുള്ളത് ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം. ഓക്കെ.